കുറച്ച് ദിവസമായി പയ്യന്നൂരിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വേദിയൊരുങ്ങുകയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങൾക്കെല്ലാം കഴിഞ്ഞ ദിവസം BJP-യുടെയും അതേപോലെ ഇന്ന് കോൺഗ്രസിൻ്റെയും അതേപോലെ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പയ്യന്നൂരിൽ കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. CPM-കാരനടിച്ച ഫ്ലക്സ് ബോർഡിലെ ശീർഷകമുണ്ടായിരുന്നത്. അങ്ങനെ രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് മിനിറ്റും മണിക്കൂറും എണ്ണിയിട്ട് ആളുകളുടെ കൂട്ടക്കൊലയും ഇവിടെ രക്തസാക്ഷികളുടെ പിന്നെയും ഉണ്ടാക്കാനുള്ള അജണ്ടകളുമായി CPM-ഉം BJP-യും മത്സരിച്ചപ്പോൾ ഞങ്ങളെന്ന് ഈ നാട്ടിലെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവണമെന്ന് CPM-നോടും BJP-യോടും ആവശ്യപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. എന്നാൽ ആ രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് ഈ പയ്യന്നൂരും ഈ കണ്ണൂർ ജില്ലയിലും ഉൾപ്പെടെ കലാപകലുഷമായ സാഹചര്യമുണ്ടാക്കിയ CPM അതേ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയിൽ ലക്ഷക്കണക്കിന് രൂപ ഈ നിയമസഭാ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി സാമാജികനായ TI മധുസൂദനന്റെ നേതൃത്വത്തിൽ കൊള്ള നടത്തി എന്ന വാർത്ത ഞങ്ങൾ പറഞ്ഞ ആക്ഷേപമല്ല, ഞങ്ങൾ ഉന്നയിച്ച ആരോപണമല്ല. CPM-ന്റെ ഏരിയ സെക്രട്ടറിയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം. അതിനുശേഷം പിന്നെയും അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി അംഗമായി CPM തെരഞ്ഞെടുത്തപ്പോൾ ആ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം. CPM-ന്റെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന പേരിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ഇന്നും TI മധുസൂദനെതിരെയും CPM-ന്റെ ഒരു വിഭാഗം നേതാക്കന്മാർക്കെതിരെയും പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണം, ആ ആരോപണം ലളിതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. CPM-ന്റെ പാർട്ടി ഓഫീസിന് വേണ്ടി ഫണ്ട് പിരിച്ചാൽ അത് നിങ്ങൾ മുക്കിയാൽ ഞങ്ങൾക്കതിൽ പരിഭവമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിലെ ധാർമ്മികത അവിടെ നിൽക്കട്ടെ. കാരണം നിങ്ങൾ ഈ പയ്യന്നൂരിന്റെ നഗരത്തിൽ ഒന്നിലധികം പാർട്ടി ഓഫീസുകൾ നിങ്ങൾ പണിതുയർത്തിയിട്ടുണ്ട്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് അതിനൊരു നയാ പൈസയുടെ ഉപകാരമുണ്ട് എന്ന് ഞങ്ങൾ ധരിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പയ്യന്നൂരിലെ പാർട്ടി ഗുണ്ടകളെ സ്പോൺസർ ചെയ്യുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും നിങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസുകളും മാത്രമാണ് ഈ നാടിന്റെ സൗര ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉപകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഓഫീസിന് വേണ്ടി ഫണ്ട് പിരിച്ചാൽ അത് മുക്കുകയോ നക്കുകയോ എന്ത് ചെയ്താലും ഞങ്ങൾക്കിതിൽ പരിഭവമില്ല, പരാതിയില്ല. നിങ്ങൾ പാർട്ടിക്കാർ വേണ്ടത് ചെയ്യുക, നാട്ടുകാരുടെ ബോധിപ്പിക്കേണ്ട നിങ്ങളുടെ ധാർമ്മികതയുടെ ഉത്തരവാദിത്തം. പക്ഷേ രക്തസാക്ഷികൾ ധീരന്മാർ അവർ അമരന്മാർ എന്ന് മുദ്രാവാക്യം വിളിക്കാറുള്ളത് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമാണ്. അതിലേറ്റവും മുന്നിൽ നിൽക്കാറുള്ളത് നിങ്ങളാണ്. ഇല്ല മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ച് ഈ നാട് രക്തപങ്കിലമായ ഉജ്ജ്വലമായ വിപ്ലവത്തിന്റെ പോരാട്ടങ്ങളെന്ന് ഉദ്ധരിക്കാറുള്ളത് നിങ്ങളാണ്. നിങ്ങളാണ് രക്തസാക്ഷിയുടെ ഫണ്ട് കുട്ടടിക്കുന്നതും കട്ടുമുടിക്കുന്നതും എന്ന് പറയുമ്പോൾ അത് ലളിതമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, അത് നിസ്സാരമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് കേവലമായ രാഷ്ട്രീയ പ്രതിനിധി CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ TI മധുസൂദനൻ മുക്കിയാൽ അതിനൊരു തലമുണ്ട്. അത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ധാർമ്മികത. പക്ഷേ ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഈ നാട്ടിൽ MLA ആയിരിക്കുമ്പോൾ വ്യാജ റസീറ്റ് വെച്ചു എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ നാട്ടിലെ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഭാഗമാവുന്ന ഒന്നാണ്. ഒരു ജനപ്രതിനിധി പാർട്ടിയുടെ ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേരിലുള്ള രാഷ്ട്രീയ കക്ഷിയുടെ വ്യാജ റസീറ്റ് അച്ചടിച്ചു എന്ന് പറഞ്ഞാൽ, അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന ആരോപണമാണ്, കുറ്റകൃത്യമാണ്. TI മധുസൂദനൻ രാജിവെക്കണം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ രണ്ട് കാരണത്താലാണ്. ഒന്ന്, ധാർമ്മികതയുടെ പേരിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ TI മധുസൂദനൻ രാജിവെക്കണം. രണ്ട്, ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടത്തിയ, ഫണ്ട് വെട്ടിപ്പ് നടത്തിയ, വ്യാജ റസീറ്റ് അച്ചടിച്ച, അതിന് കൂട്ടുനിന്ന് അതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായ ഒരു MLA എന്ന നിലയിൽ TI മധുസൂദനൻ രാജിവെക്കണം. ഇതാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആക്ഷേപം, മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം. എന്നാൽ
സ്വാഭാവികമായി ഒരു MLA പേരിൽ അഴിമതി ആരോപണം, ഫണ്ട് വെട്ടിപ്പിന്റെ ആരോപണം സ്വന്തം പാർട്ടിയിൽ നിന്ന് പയ്യന്നൂർ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങൾ വലിയ കോട്ടയെന്ന് പറയുന്ന പാർട്ടി ഗ്രാമങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന പയ്യന്നൂരിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നൊരു സഖാവ് വന്നപ്പോൾ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ വിഷയങ്ങളെ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഇതിൽ വേറെ കക്ഷിത്വമൊന്നുമില്ല. പക്ഷേ ഈ കുഞ്ഞികൃഷ്ണൻ അക്കമിട്ട് നിരത്തുന്ന ആരോപണങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. മധുസൂദനന്റെ പത്രസമ്മേളനം ഞങ്ങൾ കേൾക്കുന്നു. നിങ്ങളുടെ KK രാഗേഷിന്റെ പത്രസമ്മേളനം ഞങ്ങൾ കേട്ടു. MV ജയരാജന്റെ വാർത്താ സമ്മേളനം ഞങ്ങൾ കേട്ടു. പക്ഷേ ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മറുപടി പറയാൻ ഇന്നും CPM-ന് സാധിക്കുന്നില്ല എന്നിടത്ത് ഇവിടെ മടിയിൽ കനമുണ്ട് എന്ന് വിശ്വസിക്കാൻ ഞങ്ങളെയും പൊതുജനങ്ങളെയും പ്രാപ്തമാക്കുകയാണത്. ഈ മടിയിൽ കനമുണ്ട് CPM-കാരുടെ, CPM-ന്റെ നേതാക്കന്മാരുടെ, TI മധുസൂദനന്റെ മടിയിൽ കനമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ധാർമ്മികതയുണ്ടെങ്കിൽ, ഈ നാളെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ ജനപ്രതിനിധിയുടെ കാലയളവ് തീരാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കി, ആഴ്ചകൾ മാത്രമാണ് ബാക്കി. പാർട്ടിയുടെ രക്തസാക്ഷിയുടെ ഫണ്ട് മുഖ്യത്തിന്റെ പേരിൽ ഞാനിതാ ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ, ഈ അഗ്നിശുദ്ധി വരുത്താൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ TI മധുസൂദനന് കെൽപ്പുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. കെൽപ്പില്ല എന്ന് മാത്രമല്ല, ആക്ഷേപം ഉന്നയിക്കുന്നവരെ നിങ്ങൾ അടിച്ചമർത്താനും നിശബ്ദമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.